കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. മുഴുവൻ സീറ്റുകളും LDF നേടി. പഞ്ചായത്തിനെ വെട്ടിലാക്കി വേനൽ മഴയിൽ മാളക്കുളത്തിന് സമീപം വെള്ളക്കെട്ട്. 40 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച സ്ഥലത്താണ് ചെറിയൊരു മഴയിൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത്. ശക്തമായ മഴ കൊടകര പഞ്ചായത്തിലെ പാടങ്ങളിൽ കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളത്തിൽ വീഴാൻ ഇടയാക്കി. ഏക്കർ കണക്കിന് നിലത്തിലെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കേരള സഹകരണ ചരിത്രത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പ് നടന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDFന് വിജയം. മുഴുവൻ സീറ്റുകളും LDF നേടി. മാടായിക്കോണം TK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു വോട്ടെടുപ്പ്. തുടർന്നാണ് ഫലം പ്രഖ്യാപിച്ചത്. 11 സീറ്റുകളിലാണ് മത്സരം നടന്നത്. 2 സീറ്റിൽ നേരത്തെ CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് ബഹിഷ്കരിച്ചതോടെ മത്സര രംഗത്ത് CPMഉം BJPയുമാണ് ഉണ്ടായിരുന്നത്. മാടായിക്കോണം TK ചാത്തൻ മാസ്റ്റർ മെമ്മോറിയൽ സ്കൂളിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 3 വരെയായിരുന്നു വോട്ടെടുപ്പ്. തുടർന്നാണ് ഫലം പ്രഖ്യാപിച്ചത്. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബാങ്കിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കാലങ്ങളായി CPM ഭരിച്ചിരുന്ന ബാങ്ക് 2020 മുതൽ അഡ്മിനിസ്ട്രേറ്റീവ് സമിതിയുടെ നിയന്ത്രണത്തിലാണ്. ക്രമക്കേടും തട്ടിപ്പും കണ്ടെത്തി ബാങ്ക് സെക്രട്ടറി പരാതി നൽകി പോലീസ് കേസെടുത്തതോടെ ഭരണസമിതിയെ പിരിച്ചുവിട്ടിരുന്നു. മൊത്തമുള്ള 15,000 അംഗങ്ങളിൽ ബഹുഭൂരിപക്ഷവും CPM അനുഭാവികളാണ്. എന്നാൽ 2016 നടന്ന അവസാന തെരഞ്ഞെടുപ്പിൽ 6,000 പേരാണ് വോട്ട് ചെയ്തത്. ഇത്തവണ 3,000-ഓളം പേർ മാത്രമാണ് വോട്ട് ചെയ്യാനെത്തിയത്. ബാങ്കിന്റെ ഭരണം നിലനിർത്തേണ്ടത് അഭിമാന പ്രശ്നമായി കണ്ട് CPM ശക്തമായ പ്രചരണമാണ് നടത്തിയത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. കഴിഞ്ഞ ദിവസം പെയ്ത വേനൽ മഴയിൽ മാളക്കുളത്തിന് സമീപം വെള്ളക്കെട്ട് രൂപപ്പെട്ടത് പഞ്ചായത്തിനെ വെട്ടിലാക്കി. 40 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച സ്ഥലത്താണ് ചെറിയൊരു മഴയിൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടന്നത്. നവീകരണത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടി മുൻ പഞ്ചായത്ത് ഭരണസമിതിയെ പ്രതിക്കൂട്ടിലാക്കാൻ കോൺഗ്രസ് കച്ചമുറുക്കി കഴിഞ്ഞു. മാളയിൽ CPM ഭരണസമിതിയെ ചോദ്യമുനയിൽ നിർത്തി കോൺഗ്രസ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച മാളക്കുളത്തിന് സമീപം കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയിൽ രൂക്ഷമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് കോൺഗ്രസ് ആയുധമാക്കുന്നത്. 150 മീറ്ററോളം നീളത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ചെറിയൊരു മഴ പെയ്താൽ പോലും മണിക്കൂറുകളോളം വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നതാണ് നിലവിലെ സ്ഥിതിക്ക് കാരണം. നിർമ്മാണ പ്രവൃത്തിയിലെ പിഴവാണെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായ TK ജിനേഷ് കുറ്റപ്പെടുത്തുന്നു. മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ള മാളക്കുളം 2023-24 സാമ്പത്തിക വർഷത്തിൽ നഗര സഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 40 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സൗന്ദര്യവൽക്കരണം നടത്തിയ മാളക്കുളത്തിൻ്റെ അവസ്ഥയാണിത്. 100 മീറ്ററിലധികം വരുന്ന പ്രദേശത്ത് ഈ വേനലിൽ ഒരു മഴ പെയ്തപ്പോൾ തന്നെ വെള്ളക്കെട്ടുണ്ടായിരിക്കുകയാണ്. തൊട്ടടുത്ത് കട്ടപ്പാടമാണ്. മാളക്കുളത്തിൽ നിന്നുള്ള വെള്ളം ഒഴുകിപ്പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തോടും ഉള്ള സ്ഥിതിക്ക് ഈ സ്ഥലത്ത് ഒരു സ്പൗട്ട് സ്ഥാപിച്ച് അതിൻ്റെ മുകളിൽ ഒരു ഗ്രില്ലിട്ടാൽ പോലും ഈ വെള്ളം മുഴുവൻ കട്ടപ്പാടത്തിലെ തോട്ടിലേക്ക് ഒഴുകി പോകുന്ന സ്ഥിതി ഉണ്ടായിരിക്കെ ഇതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്ത ഉദ്യോഗസ്ഥരും കരാറുകാരനും അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതിയും കാണിച്ചിട്ടുള്ള അഴിമതിയുടെ നേർസാക്ഷ്യമാണ് ഇന്നിവിടെ കാണുന്ന ഈ വെള്ളക്കെട്ട്. ഇതിന് ഉത്തരവാദിയായിട്ടുള്ള ആളുകൾക്കെതിരെ മാള ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. മുൻ ഭരണസമിതിയെയാണ് ജിനേഷ് പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. ഇന്നലെ പെയ്ത വേനൽ മഴ തോർന്ന് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും കുളത്തിനു ചുറ്റുമുള്ള ഭാഗങ്ങളിൽ വെള്ളം ഒഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുകയായിരുന്നു. ഇതുമൂലം റോഡിൽ വെള്ളം നിറഞ്ഞ് വാഹനങ്ങൾ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടു. മഴ സമയത്ത് റോഡ് വ്യക്തമായി കാണാനാകാത്ത അവസ്ഥ ഉണ്ടായിരുന്നുവെന്ന് യാത്രക്കാരും പറയുന്നു.
വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി യഥാവിധി ഒരുക്കിയിട്ടില്ലെന്നാണ് കോൺഗ്രസ് ആരോപണം. കോൺട്രാക്ടറും പഞ്ചായത്തും ഒത്തുകളിച്ച് പ്രവൃത്തിയിൽ അഴിമതി നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാത്ത പക്ഷം ബന്ധപ്പെട്ട അധികാരികൾക്കെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അറിയിച്ചു. മീഡിയ ടൈം മാള. മഴയിൽ നെൽകൃഷിക്ക് നാശം. കഴിഞ്ഞ രാത്രിയിലുണ്ടായ ശക്തമായ മഴ കൊടകര പഞ്ചായത്തിലെ പാടങ്ങളിൽ കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളത്തിൽ വീഴാൻ ഇടയാക്കി. കൊടകര പഞ്ചായത്തിലെ മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്ന പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തിലെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. ശക്തമായ മഴ കൊടകര പഞ്ചായത്തിലെ പാടങ്ങളിൽ കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളത്തിൽ വീഴാൻ ഇടയാക്കി. മഴ തുടർന്നാൽ പാടശേഖരങ്ങളിലെ കൂടുതൽ വെള്ളക്കെട്ടുണ്ടാകുകയും വീണുകിടക്കുന്ന നെൽച്ചെടികളിലെ കതിർമണികൾ മുളച്ചു നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്ന ആശങ്കയിലാണ് കർഷകർ. കൊടകര പഞ്ചായത്തിലെ മനക്കുളങ്ങര, അട്ടക്കുഴിപ്പാടം എന്നീ പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നിലത്തിലെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. പാടത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. ചെളിയിൽ ഇറങ്ങുന്ന തരത്തിലുള്ള യന്ത്രം എത്തിച്ച് കൊയ്ത്ത് നടത്തിയാൽ വൈക്കോൽ നഷ്ടപ്പെടുമെന്ന് കർഷകർ പറയുന്നു. മാത്രമല്ല കൊയ്ത്തിന് ചെലവേറുകയും ചെയ്യും. അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി വേനൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പ് കർഷക മനസ്സുകളിൽ ആശങ്കയുടെ കാർമേഘങ്ങൾ നിറയ്ക്കുകയാണ്. മഴ മൂലം വിളഞ്ഞ നെല്ല് വെള്ളത്തിൽ വീണ പാടശേഖരങ്ങൾ കൊടകര കൃഷി ഓഫീസർ നയനതാര സന്ദർശിച്ച് നാശനഷ്ടം വിലയിരുത്തി. മറ്റത്തൂർ പഞ്ചായത്തിലെ നൂലുവള്ളി പാടശേഖരത്തിൽ ശനിയാഴ്ച കൊയ്ത്ത് പൂർത്തിയായെങ്കിലും പാടത്ത് സൂക്ഷിച്ച വൈക്കോൽ നനഞ്ഞുപോയി. മഴ തുടർന്നാൽ ഈ വൈക്കോൽ നശിച്ചു പോകുമെന്ന ഭയത്തിലാണ് ഇവിടത്തെ കർഷകർ. ഞങ്ങളുടെയൊക്കെ കൃഷി ഇന്നലത്തെ മഴയിൽ വീണ് പോവാണ് ഉണ്ടായത്. ഒരു ഏക്കർ കൃഷി ചെയ്ത് കൊയ്ത് കയറാനായിട്ട് എല്ലാവരും പറയും കൃഷി ഭയങ്കര ലാഭകരമാണെന്ന് പറയും. ഒരു ഏക്കർ കൃഷി ചെയ്ത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കയറി പോരണമെങ്കിൽ 47,000 രൂപ ഒരു ഏക്കറയ്ക്ക് ചിലവ് വരുന്നുണ്ട്. നമുക്ക് നെല്ലിന് കിട്ടുന്നത് ഇപ്പോൾ ഗവൺമെൻറ് പൈസ കൂട്ടിയിട്ടുണ്ട്. ഒരു കിലോന് 30 രൂപയാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് സഹായം ഉണ്ട്. എന്നാലും ഇപ്പോൾ കണ്ടില്ലേ മഴ പെയ്ത് ആകെ ഇന്നലത്തെ മഴയിൽ എല്ലാവരും നെല്ലും ആകെ വീണമ്പി പോവാണ്. ഇനി അത് കൊയ്താൽ അതിൻ്റെ ഒരു കാൽഭാഗമാണ് നമുക്ക് കിട്ടാൻ പോണത്. അതിൻ്റെ മേലൊന്നും കിട്ടാൻ പോകണില്ല. വൈക്കോല് നശിക്കും, നെല്ലിൻ്റെ എന്തായാലും 3/4 ഭാഗം നശിച്ച് പോവാണ് ചെയ്യണത്. അതിനോട് വർദ്ധിച്ചു വന്ന കൂലിച്ചെലവ്. ഒരു പണിക്കാരനെ വിളിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ 1000 രൂപയാണ് ഇപ്പോഴത്തെ ചിലവും കൂലിച്ചെലവ് തന്നെ വരുന്നത്. പിന്നെ നെല്ല് കയറ്റാനായിട്ട് 1 കിലോ നെല്ല് കയറ്റണമെങ്കിൽ യൂണിയൻകാർക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് 80 പൈസയാണ് കൂലിച്ചെലവ് അടിക്കുന്നത്. അതൊക്കെ ഭയങ്കരമായിട്ടുള്ള പൈസകളും ഇതൊക്കെയാണ്. കർഷകന് ഗവൺമെൻറ് സഹായം ഉള്ളത് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. മീഡിയ ടൈം കൊടകര. വാർത്തകൾ ഒറ്റ നോട്ടത്തിൽ. പൊയ്യ ഗ്രാമപഞ്ചായത്ത് അങ്കണവാടി കലോത്സവം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഔസേപ്പച്ചൻ ജോസ് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല. 1-2 കാര്യങ്ങൾ മാത്രമാണ് ഈ വേദിയിൽ വെച്ച് സൂചിപ്പിക്കാൻ പറയുവാനുള്ളത്. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യത്തെ ഡിവിഷൻ വന്നപ്പോൾ തന്നെ നമ്മുടെ സൂപ്പർവൈസർ വന്ന് നമ്മളോട് അഭ്യർത്ഥിച്ച 1-2 കാര്യങ്ങളിലൊന്ന് ഇത്തരത്തിലൊരു കലോത്സവം അംഗൻവാടി കുട്ടികൾക്ക് വേണ്ടി നടത്തണമെന്നുള്ളതാണ്. യാതൊരു മടിയും കൂടാതെ നമ്മളതിന് തയ്യാറാവുകയും ചെയ്യും. കാരണം കുട്ടികളുടെ കലോത്സവമാകുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കുഞ്ഞുമക്കളുടെ കലാമേളകൾ അവരുടെ ചെറുപ്രായത്തിൽ തന്നെ അവരെ വേദികളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു അവസരമാണ്. വൈസ് പ്രസിഡന്റ് ജോളി സജീവ് അധ്യക്ഷത വഹിച്ചു. PB അരുൺ, PP ആനി തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തിവിസ്മയമായി മാള ചക്കാപ്പറമ്പ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ദീപക്കാഴ്ച. ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവത്തിനോടനുബന്ധിച്ചാണ് ക്ഷേത്രസന്നിധിയിൽ ദീപക്കാഴ്ച ഒരുക്കിയത്. തുടർന്ന് അത്താഴ പൂജയ്ക്ക് ശേഷം ശ്രീഭൂതബലിയും പ്രസാദ ഊട്ടും കലാപരിപാടികളും നടന്നു.
മാള തൻകുളം വിശ്വകർമ്മ സംരക്ഷണ സഭ ദേവി ക്ഷേത്രത്തിൽ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. കാഴ്ചശീവേലി, താലി സ്വീകരണം, ദീപാരാധന, എഴുന്നള്ളിപ്പ്, ഗുരുതി തർപ്പണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി ഗോതൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു. മാള കുരുവിലശ്ശേരി ഗ്രാമീണ വായനശാല നേത്ര ഐ കെയർ ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. PK രത്നാകരൻ അധ്യക്ഷത വഹിച്ച ക്യാമ്പ് മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാള ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സെലിൻ ജെയിംസ് മുഖ്യാതിഥിയായി. AR ചന്ദ്രൻ നേതൃത്വം നൽകി. CITU നിർമ്മാണ തൊഴിലാളി യൂണിയൻ മാള പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. യൂണിയൻ ഏരിയ സെക്രട്ടറി MM നൌഷാദ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതേപോലൊരു കൺവെൻഷൻ ഇവിടെ വിളിച്ചിരുന്നു. ആ കൺവെൻഷനിൽ നമ്മൾ തീരുമാനമെടുത്ത പോലെ ആ തീരുമാനം കഴിഞ്ഞ തദ്ദേശ ഇലക്ഷനിൽ എന്തുവിലകൊടുത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അളവിൽ ഒരു വിജയം നമുക്ക് മാള പഞ്ചായത്തിനകത്ത് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ചില കുറവുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമ്മൾ പിന്നീട് വിലയിരുത്തിയത്. അതിൻ്റെ കാരണങ്ങളൊക്കെ വ്യത്യസ്തമാണ് അല്ലേ? നമ്മളൊക്കെ ഇവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പം അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ്. യാതൊരു സംശയമില്ല. KC അപ്പു അധ്യക്ഷത വഹിച്ചു. PP കൃഷ്ണകുമാർ, KB ഡേവിസ്, KN രഘുവരൻ, KN മനോഹരൻ, PS ഷാജു എന്നിവർ പ്രസംഗിച്ചു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പീലാർമുഴി കപ്പത്തോടിന്റെ പരിസരത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്ന് വാഷും മറ്റുപകരണങ്ങളും എക്സൈസ് പിടികൂടി. രഹസ്യമായി കുഴിയെടുത്ത് ചാരായം നിർമ്മിക്കുന്നതിനു വേണ്ടി പാകപ്പെടുത്തിയ 200 ലിറ്റർ വാഷും മറ്റുപകരണങ്ങളുമാണ് ചാലക്കുടി എക്സൈസ് പിടികൂടിയത്. കേസ് രജിസ്റ്റർ ചെയ്തു. പ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. ഉത്സവ സീസണായതിനാൽ ചാരായ നിർമ്മാണം നടക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉൾക്കാടുകളിലും തോടരികിലും പ്രവർത്തനരഹിതമായ പാറമടകളിലും കൂടുതൽ റെയ്ഡുകൾ സംഘടിപ്പിക്കുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ പറഞ്ഞു. പെരിഞ്ഞനം ശ്രീപള്ളിയിൽ ഭഗവതി ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി നാരായണൻ നമ്പൂതിരി കൊടിയേറ്റ് നിർവഹിച്ചു. 21 മുതൽ 28 വരെയുള്ള തീയതികളിലായാണ് ഉത്സവാഘോഷം നടക്കുക. എല്ലാ ദിവസവും രാവിലെ 9-ന് ശീവേലി, രാത്രി 10-ന് വിളക്കെഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. എടതിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും സംയുക്തമായി കുട്ടികൾക്കായി കിളിക്കൂട്ടം ദ്വിദിന സഹവാസ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം നീതു സുജേഷ് ഉദ്ഘാടനം ചെയ്തു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് യൂണിറ്റ് സെക്രട്ടറി സലൂജ വേണു അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KR ഹരി, വായനശാല പ്രസിഡന്റ് PC ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വിഷയങ്ങളെ അധികരിച്ച് TS സജീവൻ, അനിൽ പരക്കാട്, ഡോക്ടർ KG രാധാകൃഷ്ണൻ, PB സജീവൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കരുവന്നൂർ സഹകരണ ബാങ്കിലെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ LDF-ന് വിജയം. മുഴുവൻ സീറ്റുകളും LDF നേടി. പഞ്ചായത്തിനെ വെട്ടിലാക്കി വേനൽ മഴയിൽ മാളക്കുളത്തിന് സമീപം വെള്ളക്കെട്ട്. 40 ലക്ഷം രൂപ ചിലവഴിച്ച് നവീകരിച്ച സ്ഥലത്താണ് ചെറിയൊരു മഴയിൽ വെള്ളമൊഴുകിപ്പോകാതെ കെട്ടിക്കിടക്കുന്നത്.
ശക്തമായ മഴ കൊടകര പഞ്ചായത്തിലെ പാടങ്ങളിൽ കൊയ്ത്തിന് പാകമായ നെല്ല് വെള്ളത്തിൽ വീഴാൻ ഇടയാക്കി. ഏക്കർ കണക്കിന് നിലത്തിലെ നെൽച്ചെടികളാണ് വെള്ളത്തിൽ വീണത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.